ഗായിക എസ് ജാനകി അന്തരിച്ചു. മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ അല്പം മുൻപായിരുന്നു അന്ത്യം. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു. 17 ഭാഷകളിലായി 50,000-നടുത്ത് ഗാനങ്ങൾ ആലപിച്ച എസ് ജാനകിയുടെ വിയോഗം മലയാള സംഗീതത്തിന്റെ ഒരു അധ്യായത്തിനാണ് അവസാനമാക്കുന്നത്. 7 തവണ ദേശീയ പുരസ്കാരവും സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം 14 തവണയും സ്വന്തമാക്കിയ അനുഗ്രഹീത ഗായികയാണ് എസ് ജാനകി. മലയാളത്തിന്റെ 4 തലമുറയെ സ്വാധീനിച്ച സുന്ദര ശബ്ദത്തിന്റെ ഉടമയാണ് വിടവാങ്ങുന്നത്. അപർണ കാർത്തിക ന്യൂസ് ഡെസ്കിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. അപർണ കാർത്തിക, ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി നൈറ്റിംഗേൽ എന്നാണ് പറഞ്ഞിരുന്നത്. ഈ മാസം ആദ്യം തന്നെ ആശുപത്രിയിലായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുകയും ചെയ്തപ്പോഴും ഇല്ല, ഞാൻ ആരോഗ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നു അല്ലേ? അതെ രേണു, അല്പസമയം മുമ്പാണ് അവരുടെ മരണം സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം വന്നത്. മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു. അപർണ കാർത്തിക നമുക്കൊപ്പം ഡെസ്കിൽ നിന്ന് ചേരും. 1957 ചലച്ചിത്ര തുടർന്നോളൂ അപർണ. എല്ലാം തന്നെ അവരെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും മികച്ച പിന്നണി ഗായികമാരിൽ ഒരാളാണ് വിടവാങ്ങിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 1938 അതായത് 1938 30കളുടെ അവസാനം ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലാണ് എസ് ജാനകി ജനിച്ചത്. പക്ഷേ ആന്ധ്രാപ്രദേശിൽ ജനിച്ചതെങ്കിലും ഒരു തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം തന്നെ മലയാളം, തെലുങ്ക്, കന്നഡ തുടങ്ങിയ തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു 48,000-ത്തിലധികം ഗാനങ്ങൾ ഒരു ആൾ പാടുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ലതാ മങ്കേഷ്കറിന് ശേഷം ഇത്രയധികം പാട്ടുകൾ പാടിയ മറ്റൊരു ഗായിക ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. 48,000-ത്തിലധികം ഗാനങ്ങളാണ് അവരാലപിച്ചിട്ടുള്ളത്. 3 വയസ്സിൽ തുടങ്ങിയ ഒരു സംഗീത സപര്യയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സംഗീതത്തിൽ വലിയ ആഭിമുഖ്യം അവർക്ക് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് ആ നാട്ടിലൊന്നും വലിയ തോതിൽ ആളുകളൊന്നും തന്നെ ഈ സംഗീത പാരമ്പര്യം അവകാശപ്പെടുകയോ അങ്ങനെ സംഗീതത്തിനെ പിന്തുടർന്ന് പോകാനോ ഒന്നുമുള്ള സാഹചര്യം ഇല്ലാതിരുന്ന ഒരു കാലത്ത് പോലും വലിയ തോതിൽ സംഗീതം പഠിക്കാൻ തയ്യാറാവുകയും ഒരു ഗുരുവിൻ്റെ കീഴിൽ മാത്രമാണ് അവർ സംഗീതം പഠിക്കുകയൊക്കെ ചെയ്തത്. അതും വളരെ വളരെ ചെറിയ പ്രായത്തിൽ. പിന്നീട് ആകാശവാണിയുടെ ദേശീയ തലത്തിൽ സംഘടിപ്പിച്ചൊരു ഗാനമത്സരത്തിലൂടെയാണ് അവർ ഗാന രംഗത്തേക്ക് എത്തുന്നത്. മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ഒരു ജോലി ലഭിച്ചതാണ് എസ് ജാനകിയിലെ ഗായികയെ വളർത്തിയെടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്റ്റുഡിയോയിൽ അതായത് 57 ഒരു പുറത്തിറങ്ങാത്തൊരു സിനിമ. സാധാരണഗതിയിൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ആളുകളെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം പലപ്പോഴും വരുന്ന ഒരു അവരുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ആദ്യത്തെ സിനിമയിലൂടെയൊന്നും അല്ല വിലയിരുത്താറ്. അങ്ങനെ തന്നെയാണ് ജാനകിയമ്മയുടെ കാര്യത്തിലും വന്നത്. വിധീൻ വിളകാട്ട് എന്ന് പറയുന്ന തമിഴ് സിനിമ, ആ സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചലപ്പതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ജാനകി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. പക്ഷേ അതൊരു തുടക്കമായിരുന്നു. ആ സിനിമ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും അതിലെ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. അത് പിന്നീട് ഒരിക്കൽ പോലും എസ് ജാനകി എന്ന് പറയുന്നൊരു ഗായികയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളിലും പാടിയിട്ടുള്ള ജാനകി, അതായത് ഹിന്ദി, സിംഗള ഭാഷയിൽ പാടിയിട്ടുണ്ട്, ബംഗാളിയിലും ഒറിയയിലും, എന്തിന് ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും കൊങ്കണിയിലും തുളുവിലും എല്ലാം പാടിയ അത്യപൂർവം ഗായികമാരിൽ ഒരാളാണ് എസ് ജാനകി എന്ന് പറയുന്നത്. സൗരാഷ്ട്ര കൂടാതെ ഏറ്റവും വ്യത്യസ്തമായൊരു കാര്യം, ജർമ്മൻ ഭാഷയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഒരു പക്ഷേ അത് ഇന്ത്യയിൽ അത് എത്ര പേർക്ക് അത്തരത്തിലൊരു അവകാശവാദമുണ്ട് എന്നറിയാൻ പറ്റില്ല. ജർമ്മൻ ഭാഷയിൽ പാടിയ ഒരു ഗായികയാണ് എസ് ജാനകി എന്ന് പറയുന്നത്. 1200-ലധികം മലയാള സിനിമാ ഗാനങ്ങൾ, അതായത് ശ്രദ്ധിക്കണം, മലയാളത്തിൽ മാത്രം 1200-ലധികം ഗാനങ്ങൾക്ക് ജാനകി ശബ്ദം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒട്ടുമിക്ക പാട്ടുകളും കാലാതീതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മലയാളികൾ ഇപ്പോഴും ഈ തലമുറയിലുള്ള ആളുകൾ പോലും എടുത്തു പറയുന്ന ഒരുപിടി നല്ല ഗാനങ്ങൾ എസ് ജാനകിയുടെ ശബ്ദത്തിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, ഒറിയ, ബംഗാളി തുടങ്ങി നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന ഭാഷകളിലെല്ലാം പാടിയ പാരമ്പര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുഭവ സാന്നിധ്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് എസ് ജാനകി. 17 ഭാഷകളിൽ, അതായത് 17 ഭാഷ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. 4 തവണ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ, അതായത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം തന്നെ 14 തവണ എസ് ജാനകിയെ തേടിയെത്തിയിട്ടുമുണ്ട്. ഇത് നേരത്തെ സൂചിപ്പിച്ചതാണ്. 48,000-ത്തിലധികം ഗാനങ്ങൾ, സിനിമാ ഗാനങ്ങൾ ഒരു ഗായിക പാടാനുള്ള അവസരം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അറിയണോ, ഇതൊരു
ഗായികയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അംഗീകാരം തന്നെയാണ്. ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന തലമുറകൾക്കോ കടന്നുപോയ തലമുറകൾക്കോ ഒന്നും തന്നെ ഇത്തരത്തിലൊരു പാരമ്പര്യം പറയാനുണ്ടാവില്ല. സംഗീതത്തിന്റെ മഹാസാഗരം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ അതിന്റെ എല്ലാ ശ്രേണികളിലും പറ്റാൻ കഴിയുന്ന അനുഭവ പാരമ്പര്യമുള്ള ഒരു സംഗീത പാരമ്പര്യം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു എസ് ജാനകിയെ സംബന്ധിച്ചിടത്തോളം. എല്ലാ ലെജൻഡുകളുടെ കൂടെയും പാടാൻ കഴിഞ്ഞു എന്നുള്ള, അല്ലെങ്കിൽ അവരോടൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു അഭിമാനം കൂടിയുണ്ട്. ഈ അടുത്ത കാലത്ത് പോലും അവരുടേതായ അവസാനം പുറത്തിറങ്ങിയിരിക്കുന്ന അഭിമുഖങ്ങളിൽ പോലും പറയുന്നൊരു കാര്യമുണ്ട്. പുതിയ തലമുറയിലെ ഗായകരെ കേൾക്കുക എന്നുള്ളതാണ് തൻ്റെ ഏറ്റവും വലിയ വിനോദങ്ങളിലൊന്ന്. സമീപകാലത്തായിട്ട് കുറച്ചധിക കാലം കിടപ്പ് അവസ്ഥയിൽ തന്നെയായിരുന്നു, പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ പറയുന്നൊരു കാര്യം, പുതിയ തലമുറയിലെ ഗായകര് സാധാരണഗതിയിലൊക്കെ കാലാതീതമായ പാട്ടുകൾ പാടുന്ന ആളുകളൊക്കെ തന്നെ പുതിയ തലമുറയിൽ വരുന്ന ആളുകളെ താളത്തിന്റെ പേരിലും ഭാഷാശുദ്ധിയുടെ പേരിലും എല്ലാം തന്നെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ എസ് ജാനകിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു വിമർശനം വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ അവരിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഏറ്റവും അവസാന കാലങ്ങളിൽ വന്ന ചില അഭിമുഖങ്ങളിൽ അവരെടുത്ത് പറയുക കൂടി ചെയ്യുന്നുണ്ട്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച പാട്ടുകളെല്ലാം തന്നെ നമുക്കെല്ലാം തന്നെ അറിയാം. തമിഴ് ചിത്രത്തിലെ സിന്ദൂരപ്പൂവേ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് അവർക്ക് ആദ്യ ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. ആ സിന്ദൂരപ്പൂവേ എന്ന് പറയുന്ന ഗാനം ഒരുപക്ഷെ മലയാളികൾക്കും ഏറ്റവും സുപരിചിതമായ ഗാനങ്ങളിൽ ഒന്നാണ്. അത് 1976 ആ ചിത്രം പുറത്തിറങ്ങുന്നത്. അതൊരു തുടക്കമാണ്. പക്ഷെ പിന്നീട് മലയാളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 1981 പുറത്തിറങ്ങിയ ഓപ്പോൾ എന്ന മലയാള ചിത്രം, അതിലെ ആ പാട്ട് ഏറ്റുമാനൂർ അമ്പലത്തിൽ ആറാട്ടെ എന്ന് പറയുന്നൊരു പാട്ട് ഒരുപക്ഷെ ഇപ്പോഴും ഈ തലമുറയിലെ ആളുകൾ പോലും ജാനകി അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർത്തെടുക്കുന്ന പേരുകളിൽ ഒന്നാണ് ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന് പറയുന്നതാണ്. പാട്ടുകളിൽ ഒന്നാണ് ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന് പറയുന്ന പാട്ട്. ഈ ഗാനത്തിനും 84 സിത്താര എന്ന് പറയുന്ന തെലുഗു ചിത്രത്തിലൂടെ രണ്ടാമതും ദേശീയ പുരസ്കാരം സ്വന്തമാക്കി. 1992 തമിഴ് ചിത്രമായ തേവർ മകനിലെ ഇഞ്ചി ഇടുപ്പഴക എന്ന് പറയുന്ന പാട്ട് ഈ തലമുറയിൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച് പാടുന്ന, മലയാളികൾക്ക് അതിൻ്റെ രംഗം ഉൾപ്പെടെ ഇപ്പം കമലഹാസനും രേവതിയും ഒക്കെ അഭിനയിച്ചിരിക്കുന്ന പശ്ചാത്തലമുള്ളത് കൊണ്ടും അത് പിന്നീട് പല സിനിമകളിലും അത് റിപ്പീറ്റ് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ അത് എസ് ജാനകിയുടെ സ്വരമാണ് എന്ന് തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു പാട്ടാണ് ഇഞ്ചി ഇടുപ്പഴക എന്ന് തുടങ്ങുന്ന ഗാനം. ഇത് ദേശീയ അവാർഡ് നേടിയ ഒരു ഗാനം തന്നെയാണ്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് 14 തവണയും, തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരം 7 തവണയും, ആന്ധ്ര സർക്കാരിൻ്റെ അവാർഡ് 10 തവണയും എസ് ജാനകി സ്വന്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ കലാമാമണി പുരസ്കാരം ലഭിച്ചത് 1986 സുർസിംഗർ അവാർഡ് 87 ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അതായത് പലപ്പോഴും ചില കാലഘട്ടങ്ങളിൽ പോലും, കാരണം യേശുദാസുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ ഉയർന്നപ്പോൾ പോലും അതിനോട് വളരെ കൃത്യമായ മൗനം പാലിക്കാനും അത് സംഗീതത്തിനെ അതൊന്നും കളങ്കം വരുത്തരുത് എന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടി പെരുമാറുകയും ചെയ്ത ജാനകിയമ്മ പലപ്പോഴും അത് ആ രീതിയിൽ തന്നെ ആ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും കൂടെ ചെയ്തിട്ടുണ്ട്. കാരണം തലമുറകൾക്കുള്ള ആദരമാണ് സംഗീതം എന്ന് പറയുകയും ആ സംഗീതത്തിനെ വിവാദത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നൊക്കെ വളരെ പരസ്യമായി തന്നെ നിലപാടെടുക്കുകയും ചെയ്തൊരു വ്യക്തി കൂടിയാണ് എസ് ജാനകി എന്ന് പറയുന്നത്. കാരണം എന്നിട്ട് പോലും ഇപ്പോൾ MS ബാബുരാജിനൊപ്പമായാലും അതുപോലെ തന്നെ പിന്നീട് മലയാളികൾ ഏറ്റവും കാലത്ത് ആദരിക്കപ്പെട്ട പല സംഗീത സംവിധായകർക്കൊപ്പവും എല്ലാം തന്നെ പ്രവർത്തിച്ചപ്പോഴും അവർ ആ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടുകൾ സൂക്ഷിക്കുന്നതിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എസ് ജാനകിയെ സംബന്ധിച്ചിടത്തോളം. പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ പത്മഭൂഷൺ എസ് ജാനകി എന്ന് പറയേണ്ടിടത്ത് അവർ അത് കൃത്യമായി അതിനൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം തന്നേക്കാൾ കൂടുതൽ അർഹതപ്പെട്ട പലർക്കും ആ അവാർഡ് ഇതുവരെ, ആ പുരസ്കാരം ഇതുവരെ ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറി നിൽക്കുകയാണ് ചെയ്തത്. അത് 2013 അവർക്ക് രാജ്യം പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതവർ സ്വീകരിച്ചിട്ടില്ല. ഗായിക എന്ന നിലയിൽ അറിയപ്പെടുകയാണ്, അതിന് മറ്റ് പുരസ്കാരങ്ങളുടെ ആവശ്യമില്ല. അത് ചെറിയ തോതിൽ അന്ന് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. കാരണം അർഹമായ രീതിയിലല്ല അവരെ പരിഗണിച്ചത് എന്നുള്ള വിവാദങ്ങളൊക്കെ വരുമ്പോഴാണ്. പക്ഷേ അവരത് വളരെ മാന്യമായി തന്നേക്കാൾ മികച്ച അംഗീകരിക്കപ്പെടേണ്ട ആളുകളുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരവസരത്തിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് നിരസിക്കുന്നു എന്ന് വളരെ മാന്യമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് അവർ പിന്മാറുകയാണ് ചെയ്തത്. ഭർത്താവിൻ്റെ
മകൻ്റെയും ഇവരുടെ ഭർത്താവിൻ്റെയും മകൻ്റെയും ഒക്കെ മരണത്തിന് ശേഷമാണ് പൂർണ്ണമായും അവർ സംഗീത ലോകത്ത് നിന്ന് കുറച്ചെങ്കിലും പിന്നാക്കം പോയത്. പക്ഷേ അതിനുശേഷവും കൃത്യമായി തന്നെ അവരതിൽ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. എന്തായാലും രേണു, മലയാളികളെ സംബന്ധിച്ചിടത്തോളം, മലയാള സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൻ്റെ, ഒരു തലമുറയുടെ സാന്നിധ്യമാണ് ഈ വിയോഗത്തോടു കൂടി അസ്തമിക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നന്നായി ചേരുക. കാരണം അത്രമാത്രം 48,000 50,000-ത്തിനടുത്ത് 1,00,000-ത്തോളം പാട്ടുകൾ പാടിയ ഒരു ഗായികയാണ് ഈ ദിവസം നാദലയത്തിൽ ലയിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം മലയാളികൾ ഉൾപ്പെടെ തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം ഉൾപ്പെടെ ഭാഷാതീതമായി സംഗീത സാഗരം അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏടുകൾ എന്ന് പറയാവുന്ന രീതിയിൽ മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു പിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് എസ് ജാനകി ഇവിടെ വാങ്ങുന്നത്. അപർണ, കാർത്തിക, ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ 1957 ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് വന്ന ഒരാളാണ്. 6 പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു സംഗീത ജീവിതമാണ്. പല ഭാഷകളിൽ ചെന്നിട്ട് അവിടെയെല്ലാം മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ള ഒരാളാണ്. വികാരങ്ങളെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഗായിക എന്ന് വേണം പറയാനല്ലേ. അപർണ പറഞ്ഞതുപോലെ തന്നെ തലമുറകളിലൂടെ കടന്നു പോകുമ്പോഴും ഈ ഇഞ്ചി എടുപ്പഴകൊക്കെ പറയുന്ന പോലെ, അതുപോലെ തുമ്പിവാ തുമ്പക്കുടത്തിൽ, അങ്ങനത്തെ പാട്ടുകളെല്ലാം ഇത്രയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പാട്ടുകളാണ്. അതിന് തലമുറകളില്ല. അതുപോലെ വികാരങ്ങളെ അവതരിപ്പിക്കുന്നതിൽ അവർക്കൊരു പ്രത്യേക കഴിവായിരുന്നില്ല, അതിപ്പോൾ ഏത് ഭാഷയിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിലും. രേണു, എസ് ജാനകി എന്ന് പറയുന്നത് മലയാളിയല്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ വിശ്വസിക്കാൻ ആളുകൾക്ക് പ്രയാസമായിരിക്കും. കാരണം മലയാളികൾക്ക് അവർ മലയാളിയാണ്. മലയാളികൾ അവരെ ജാനകി അമ്മ എന്ന് വിളിക്കുന്നത് ഒരു മലയാളിക്ക് കൊടുക്കുന്ന അംഗീകാരം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ആന്ധ്രയിൽ നിന്ന് വന്ന് മലയാളത്തിൻ്റെ ഒരു വലിയ വിഭാഗം പാട്ടുകൾ, തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ എന്ന് പറയുന്ന പാട്ട് പാടാത്ത ഏതെങ്കിലും, അല്ലെങ്കിൽ ഒരു മൂളിപ്പാട്ടായിട്ടെങ്കിലും പാടാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. ഈ തലമുറയിൽ പോലും ഉണ്ടാകില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അത് ഓരോ തവണ നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോഴും അത് ജാനകിയുടെ ഒരു ഭാവം, അത്യുജ്വല ഭാവത്തിൽ ജാനകി വന്നിരിക്കുന്ന ഒരു പക്ഷേ ഈ പാട്ടിലാണ് എന്ന് നമ്മൾ. അതേപോലെ തന്നെയാണ് സൂര്യകാന്തി സ്വപ്നം കാണുവതാരെ എന്ന് പറയുന്നൊരു ഗാനം. അത് എസ് ജാനകി അല്ലാതെ മറ്റാര് പാടും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് പാടുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ അലിഞ്ഞു ചേർന്ന് ചില ശബ്ദങ്ങൾ, ചില പാട്ടുകൾ ചില ആളുകളോട് അലിഞ്ഞു ചേരുമെന്ന് പറയാറില്ല, അതുപോലെ അലിഞ്ഞു ചേർന്ന് പോകുന്ന ചില വാചകങ്ങളും ചില ഗാനങ്ങളും ശബ്ദവും ഒക്കെയാണ് എസ് ജാനകിയുടേത്. കാരണം ഓരോ കാലഘട്ടത്തിലും, ഒരു കാലത്ത് പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ വിരഹത്തിൻ്റെ ഒക്കെ ഒരു ഈണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശബ്ദം എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ എസ് ജാനകിയുടെ. കാരണം വിരഹഗാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എസ് ജാനകി തെളിഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്നറിയില്ല. എങ്കിൽ പോലും അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പോകുന്ന ഒരു ശൈലി കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം പറയാം. MS ബാബുരാജ് എസ് ജാനകിയുടെ മലയാളത്തിൽ നൽകിയ അനശ്വര ഗാനങ്ങളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തളിരിട്ട കിനാക്കളും, അതുപോലെ തന്നെ സൂര്യകാന്തി തുടങ്ങുന്ന പാട്ടുകളൊക്കെ തന്നെ. അതുപോലെ ഒരു മയിൽ പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ എന്ന് പറയുന്ന ഒരു ഗാനം, ഒരുപക്ഷെ ഭക്തിഗാനം എന്നുള്ള രീതിയിൽ ഇത്ര മനോഹരമായി ആസ്വദിച്ച് അവതരിപ്പിക്കുന്ന പാട്ടുകൾ പിൽക്കാലത്ത് ഏറെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അതിന് അത്രത്തോളം യോജിക്കുന്ന ശബ്ദം മലയാളികളല്ലാത്ത ആളുകൾ, ഇവരുടെ ഉച്ചാരണത്തെക്കുറിച്ചൊക്കെ ഒരു കാലത്ത് മലയാള സിനിമയിൽ പിന്നണി ഗാന രംഗത്ത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ളത് ഇവരുടെ ഉച്ചാരണങ്ങളൊക്കെ ആയിരുന്നു. കാരണം മലയാളികളല്ലാത്ത ആളുകളായതുകൊണ്ട് തന്നെ ഇവരുടെ പല ആക്സെൻറ്റുകളും പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ശബ്ദത്തിലെ നിർമ്മലമായ ശബ്ദമാണ് എന്നൊക്കെ പറഞ്ഞ് പല കാലഘട്ടങ്ങളിലും പലതരത്തിൽ ശബ്ദങ്ങളെ മാറ്റി നിർത്തുന്ന പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും കൃത്യമായ ഒരു രീതി, കാരണം എസ് ജാനകിക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ അല്ലെങ്കിൽ എസ് ജാനകിക്ക് പാടാൻ പറ്റാത്ത പാട്ടുകൾ എന്നുള്ള വേർതിരിവ് അന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പം A.T. ഉമറൊക്കെ എസ് ജാനകിയെ കൊണ്ട് എല്ലാ ശ്രേണിയിലും പാടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് മഴമുകിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പാട്ട്. അതുവരെ എസ് ജാനകി പാടിയിട്ടുണ്ടായിരുന്ന പാട്ടുകളിൽ നിന്ന് തുലവും വ്യത്യസ്തമായിട്ടുള്ള ചില പാട്ടുകൾ. അതേപോലെ തന്നെ സീമയ്ക്ക് വേണ്ടി പാടിയ രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല എന്ന് പറയുന്നൊരു പാട്ട്, അവളുടെ രാത്രികൾ എന്ന് പറയുന്ന സിനിമയിലെ രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല എന്ന് ഈ മലയാളത്തിൻ്റെ 4ാം തലമുറ അത് ഏറ്റുപാടുന്നുണ്ടെങ്കിൽ അവരിപ്പോഴും അത് ആ പാട്ട് പാടാൻ, വേദിയിൽ പാടാൻ എത്തുന്ന പുതുതലമുറ ഗായകർ പോലും ശ്രദ്ധിച്ചാൽ അറിയാം കള്ളത്തൊണ്ടയിൽ ആ പാട്ട് പാടുന്നുണ്ട്. കാരണം അത് ജാനകി അമ്മയുടെ സ്വരം അനുകരിക്കുക എന്നുള്ള ഒരു കലയുടെ ഭാഗം കൂടിയായിട്ടാണ്. അത്തരത്തിലുള്ള ഒരു അനുകരണ കലയിലേക്ക് കൂടി ആളുകൾ എത്തിച്ചിട്ടുണ്ട് എസ് ജാനകിയുടെ ശബ്ദ നൈർമല്യത. ഒരു കാലത്ത് അത് നേർത്ത ശബ്ദമാണ് എന്ന്
ആസ്വാദകരും അതുപോലെ തന്നെ വിമർശകരും ഒക്കെ വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളുപരി ആ ശബ്ദത്തിൻ്റെതായ ഒരു ഭാഷാ വ്യതിയാനമുണ്ട്, അതിനൊരു ഈണമുണ്ട്, ഒരു താളമുണ്ട് എന്ന് കണ്ടെത്തി അത് A.T. ഉമറൊക്കെ ഏറ്റവും മനോഹരമായി, MS ബാബുരാജും A.T. ഉമറുമായിരിക്കും ഒരുപക്ഷെ ആ രീതിയിലുള്ള ശബ്ദവിന്യാസത്തെ അങ്ങേയറ്റം ചടുലമായും അതുപോലെ തന്നെ നിർമ്മലമായും അവതരിപ്പിക്കാൻ മലയാളികൾക്ക് അവസരം നൽകിയത് എന്ന് തോന്നിയിട്ടുണ്ട്. ഈ രാഗേന്ദ്ര കിരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ A.T. ഉമറിനെ കുറിച്ച് പറയാതെ ഒരു പക്ഷേ ജാനകിയിലൂടെ കിട്ടിയ വൈഡൂര്യം എന്നാണ് ആ പാട്ടുകളെ കുറിച്ച് ജാനകി തന്നെ പലപ്പോഴും അഭിമുഖങ്ങളിലെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് ഏത് ഗാനം, അത് ഉണരുണരു ഉണ്ണിപ്പൂവേ എന്ന് പറയുന്നൊരു ഗാനം. Big TV, without fear or favor.